കാൽമുട്ട് പോവാൻ പാടില്ല, കാൽമുട്ടിന്റെ ആംഗിൾ പോവാൻ പാടില്ല. വെൽക്കം ടു സ്ട്രോങ് കോർ സ്ട്രോങ് വുമൻ സീരീസ് 1. സിക്സ് പാക്കിനേക്കാൾ ഇമ്പോർട്ടന്റ് കോർ സ്ട്രെങ്തിനാണെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള കോർ സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നോക്കിയാലോ? റെഡി അല്ലേ? ഒന്നല്ല, ഒരു 7 ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. റെഡിയാണോ? റെഡി. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽബോ പ്ലാങ്ക് ആണ്. കമോൺ. എൽബോ പ്ലാങ്ക് ചെയ്യാനായിട്ട് ഷോൾഡറിന് താഴെ 2 എൽബോവും പ്ലേസ് ചെയ്യാം. ഓക്കെ, തൊട്ട് താഴെ കൈ ഒന്ന് നിവർത്തി ഫ്ലോറിൽ ഇങ്ങനെ അമർത്തി വെച്ചു. ഓക്കെ, കാൽമുട്ട് ലിഫ്റ്റ് ചെയ്യാം. ബാക്ക് ഫ്ലാറ്റ് ആയിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം നെക്ക്. കഴുത്തിൽ സ്ട്രെയിൻ പോകാൻ പാടില്ല. പിന്നെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജീൻസ് ഇടുകയാണെങ്കിൽ നമ്മുടെ ബാക്കും അതേപോലെ ഈ ഫ്രണ്ടിൽ അബ്ഡമന് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യില്ലേ, അബ്ഡമൻ നട്ടലിലേക്ക് ഇങ്ങനെ ഒട്ടിക്കണ പോലെ ടൈറ്റ് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വേണം ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ. ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് എന്ന് പറയുന്ന നട്ടലിന്റെ ബെൽറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡീപ് കോർ മസിൽ ഉണ്ട്. അതിനെയാണ് മെയിൻ ആയിട്ട് ഈ വർക്ക്ഔട്ട്, ഈ ഒരു പോസ് ടാർഗറ്റ് ചെയ്യുന്നത്. എൽബോ പ്ലാങ്ക് ടെസ്റ്റ് നിങ്ങളും ചെയ്ത് നോക്കുക. ഒരു നോർമൽ പേഴ്സണ് ഡെയിലി ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ ആവറേജ് ഒരു 35 to 40 സെക്കൻഡ്സ് ഇത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ 6 പാക്ക് ആപ്സ് എന്ന് പറയുന്ന റെക്ടസ് അബ്ഡോമിനസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ചെയ്യാനായിട്ട് 2 കാലും അത് നീട്ടി വെക്കുക, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, എന്നിട്ട് കാല് മെല്ലെ മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഈ പോസ് ട്രൈ ചെയ്യരുത് കേട്ടോ. ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബാക്ക് സപ്പോർട്ടീവ് മസിലിനെ സ്ട്രോങ് ആക്കിയതിന് ശേഷം മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ വി പോസ് അല്ലെങ്കിൽ ബോട്ട് പോസ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ വർക്കൗട്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് റെക്ടസ് അബ്ഡോമിനസിനെയാണ്, എങ്കിലും മറ്റു കോർ മസിൽസിന്റെ സപ്പോർട്ട് കൂടി ഇതിന് ആവശ്യമാണ്. മിനിമം 30 to 40 സെക്കൻഡ്സ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ കോർ സ്ട്രെങ്ത് കുറച്ച് ബെറ്റർ ആണെന്ന് അർത്ഥം. നമുക്ക് അടുത്തത് ട്രൈ ചെയ്യാം. റെസ്റ്റ് മതിയില്ലേ? കമോൺ. ഇനി സ്റ്റാൻഡിങ് കോർ ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ആണ് നോക്കാൻ പോകുന്നത്. എഴുന്നേറ്റ് നിന്ന് സിംഗിൾ ലെഗ് മേലെ ലിഫ്റ്റ് ചെയ്യാം. 90 ഡിഗ്രി ആംഗിൾ കീപ്പ് ചെയ്തുകൊണ്ട് ലിഫ്റ്റ്. ഇതിപ്പോ ഇങ്ങനെയാ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ശ്വാസം എടുത്ത് വിടുക. സിംഗിൾ ലെഗിൽ നിൽക്കുക. ഈ സിംഗിൾ ലെഗിൽ നിന്നിട്ട് കാല് മെല്ലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുക. കൈ രണ്ടും വൈഡായിട്ട് വെക്കുക. മെല്ലെ ശ്വാസം എടുത്ത് വിടുക. ഇത് നിങ്ങളുടെ ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസാണ്. മിനിമം ഹോൾഡ് ചെയ്യുന്ന ടൈം 30 സെക്കൻഡ്സ് ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? ശ്വാസം എടുത്ത് വിടുക. ഇത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ബെല്ലി ടൈറ്റ് ആയിരിക്കണം. അതേപോലെ ഒറ്റ പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാലൻസ് ചെയ്യാൻ ഓക്കെ ആയിരിക്കും. കണ്ണൊന്നടച്ച് ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കൈവിട്ടു കേട്ടോ, കണ്ണടച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇയർ ബാലൻസ് ആൻഡ് കോർ സ്റ്റെബിലിറ്റി കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് അർത്ഥം. വെരി ഗുഡ്. കണ്ണടച്ചിട്ടുള്ള മിനിമം ഒരു 30 സെക്കൻഡ്സ് ഇല്ലെങ്കിലും മിനിമം ഒരു 10 സെക്കൻഡ്സ് എങ്കിലും നിങ്ങൾക്ക് ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോർ സ്റ്റെബിലിറ്റി ബാലൻസ് എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് അർത്ഥം. അടുത്ത് സൈഡ് പ്ലാങ്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സൈഡ് പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ലീക്സിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട്. 2 സൈഡിലും ശരിക്കും ഇത് വർക്ക് ആവും. ഷോൾഡറിന്റെ താഴെ കൈ വെക്കുക, ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക. ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാല് വെച്ച് ഹിപ്സ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ തൊട്ട് കാല് വരെ ഒറ്റ ലൈൻ പോലെ ലിഫ്റ്റ് ചെയ്യുക. കൈ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഈ പൊസിഷനിൽ നിങ്ങൾക്കൊരു മിനിമം 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോർ സ്ട്രെങ്ത് ഇസ് ബെറ്റർ. ഇതിൽ ഷിവറിങ് വരുന്നുണ്ട് അല്ലെങ്കിൽ ബാലൻസ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോർ സ്ട്രെങ്ത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഗ്ലൂട്ടസ് ബ്രിഡ്ജ്. അത് ഞാൻ പറഞ്ഞുതരാം. ബാക്ക് ഫ്ലാറ്റ് ആയി കിടക്കുക. ഹിപ്സിന്റെ വിത്തില് കാല് രണ്ടും വൈഡാക്കി വെക്കുക. മുട്ടുംകാൽ മുതൽ ഷോൾഡർ വരെ ഒരൊറ്റ ലൈൻ ആയിരിക്കണം. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒരു കാല് മെല്ലെ ലിഫ്റ്റ് ചെയ്യുക. 90 ഡിഗ്രി ആംഗിളിൽ വേണം കാല് വെക്കാൻ. മുട്ട് മടക്കരുത്, മുട്ട് മടങ്ങാൻ പാടില്ല. ഇങ്ങനെ ഈ പോസിൽ നിങ്ങൾ ഒരു 15 to 20 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. അടുത്തത് സ്റ്റാൻഡ് ടു സിറ്റ് ടെസ്റ്റ് ആണ്. അതിനുവേണ്ടി ഇഷാ ഫിൻഹ റെഡിയാണ്. ഷോൾഡറിന്റെ ലെവലിൽ കാൽ രണ്ടും വെക്കാം. എന്നിട്ട് കൈ നേരെ വെക്കാം. ബാലൻസ് പോവാതെ മെല്ലെ ഇരിക്കണം. മെല്ലെ ഇരുന്നിട്ട് അവിടെ ബാലൻസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എഴുന്നേറ്റ് നിന്നിട്ട് എവിടെയും സപ്പോർട്ടില്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്, ഓക്കെ ആണ്. എന്നാലും കുറച്ചുകൂടെ ഒരു ടെസ്റ്റ് എടുത്താൻ വേണ്ടി നമുക്ക് സ്ക്വാഡ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം.
സ്ക്വാട്ട് ചെയ്യാൻ വേണ്ടി ഹിപ്സിന്റെ വിടത്തിൽ കാല് രണ്ടും വെക്കാം. മെല്ലെ വെറുതെ ഇരുന്നാ മതി പറഞ്ഞപ്പോ ഈ പോസ് ഞാൻ കാണിക്കാൻ പറഞ്ഞു വന്നതാണ് ഇയാള്. എന്ത് ലൈവാണ് കേട്ടോ. കൈ നേരെ വെക്കേ. ലൈവാണ്. ഹോൾഡ്. കൈ നീട്ടി വെക്കും. ആ നിന്നത് കറക്റ്റ് ആണ്. അതിൽ ഹോൾഡ് ചെയ്താൽ മതി. നീ കൈ നീട്ടി വെച്ചാൽ മതി. നല്ലേ. ഒരു ഇത്തിരിയും കൂടി ഇടുപ്പ് താഴ്ത്തിയത് നല്ലതാണ്. കുറച്ചുകൂടെ താഴ്ത്തിയത് നല്ലതാണ്. ഹോൾഡ് എന്ന് കറക്റ്റ് താഴ്ത്തിയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ പറഞ്ഞോളൂ. ആ അടുത്തത് സ്ക്വാട്ട് പോസ് ആണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള പോസ് ആണ്. ഇവിടെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ ഒരു 30 സെക്കൻഡ്സ്. ബാക്ക് ഫ്ലാറ്റ് ആയിരിക്കണം. കാല് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഈ ഒരു പൊസിഷന്റെ അപ്പുറത്തേക്ക് കാൽമുട്ട് പോവാൻ പാടില്ല. കാൽമുട്ടിന്റെ ആംഗിൾ പോവാൻ പാടില്ല. പെർഫെക്റ്റ് സ്ക്വാട്ട് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഷോൾഡർ വിഡ്ത്തിൽ കാല് രണ്ടും വൈഡ് ആക്കി വെക്കുക. ടോസ് കാലിന്റെ വിരലുകൾ കുറച്ചൊരു 5 ഡിഗ്രി പുറത്തേക്ക് വെക്കാം. കാല് ഫുള്ളായിട്ട് വിരലും ഹീൽസ് ഒക്കെ പൊങ്ങാതെ ഫ്ലോറിൽ പ്രസ് ചെയ്ത് വെക്കണം. കാൽമുട്ട് മുമ്പിലേക്ക് പുഷ് ചെയ്യാൻ പാടില്ല. പിന്നെ സ്പൈൻ ന്യൂട്രൽ ആയിട്ട്, അതായത് സ്ട്രെച്ച് ചെയ്തുകൊണ്ട്, വളയാതെ ആർച്ചാവാതെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് കീപ്പ് ചെയ്യുക. നേരെ നോക്കുക. നെക്ക് ന്യൂട്രൽ ആയിട്ട് വെക്കുക. ഈ പൊസിഷൻ നിങ്ങൾക്ക് ഒരു 40 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു സാധാരണ ആൾക്ക് വേണ്ടിയിട്ടുള്ള കോർ ആൻഡ് ലെഗ് സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ പോസുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുവരെയും ബൈ. അടുത്ത സീരീസിൽ കാണാം. അടുത്തത് സ്റ്റാൻഡ് ടു സിറ്റ്. ഓക്കെ. കാൽമുട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം. പറഞ്ഞതല്ലേ നേരത്തെ. മനസ്സിലായ കോർ സ്ട്രെങ്ത് സുമാവാ. ആ നിക്ക്.